AC Learning, powered by Elegant Central Education and Research Center. ഹായ് കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്ററായ ഇൻജസ്റ്റിസ് ടു ജസ്റ്റിസ്, ഫ്രം ഇൻജസ്റ്റിസ് ടു ജസ്റ്റിസ്, അതായത് അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. അതായത് ഇതിൽ മെയിനായിട്ട് പഠിക്കുന്നത് ആരൊക്കെയാണ് മാർജിനലൈസേഷനിൽ, അതായത് വേർതിരിവിൽ നേരിടുന്ന ആൾക്കാർ, മാർജിനലൈസേഷൻ നേരിടുന്ന ആൾക്കാർ ആരൊക്കെയാണ്, ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് മാർജിനലൈസേഷൻ, അതായത് വേർതിരിവ് അല്ലെങ്കിൽ അതിൽ നിന്നും അകറ്റി മാറ്റപ്പെടുന്ന ആളുകൾ ഏത് വിഭാഗക്കാരാണ്. അതുപോലെ തന്നെ അത് തടയാൻ വേണ്ടിയിട്ട്, ഈ ഡിസ്ക്രിമിനേഷൻ തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭരണഘടന എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. പാഠം തുടങ്ങുമ്പോൾ തന്നെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു കുട്ടിക്കാലത്തെ ഒരു അനുഭവമാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഞാനതൊന്ന് സംഗ്രഹിച്ച് പറയാം. അതായത് അദ്ദേഹം എലിമെൻ്ററി സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക് വരികയാണ്. അപ്പോൾ ഒരു മുസ്ലിം ആണെന്ന് തിരിച്ചറിയും വിധം തൊപ്പിധരിച്ചിരുന്ന അതായിരുന്നു നമ്മുടെ APJ അബ്ദുൽ കലാം. അപ്പോൾ അദ്ദേഹം ഒരു പൂണൂലിട്ട് രാമനാഥ ശാസ്ത്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയുടെ അടുത്താണ് ഇരുന്നിരുന്നത്. അപ്പോൾ ഒരു ഹൈന്ദവ പുരോഹിതന്റെ അടുത്തൊരു ഹൈന്ദവ പുരോഹിതന്റെ പുത്രൻ ഒരു മുസ്ലിം ബാലനോടൊപ്പം ഇരിക്കുന്നത് ഉൾക്കൊള്ളാൻ ആ അധ്യാപകന് കഴിഞ്ഞില്ല. അപ്പോൾ അധ്യാപകൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ കലാമിനോട് പറഞ്ഞു ബാക്കിൽ പോയിരിക്കാൻ, ഏറ്റവും ബാക്ക് ബെഞ്ചിൽ പോയിരിക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ദുഃഖം തോന്നി. ആ ശാസ്ത്രി, അതായത് ആ കുട്ടി, ഹൈന്ദവ കുടുംബത്തിൽ പെട്ട ആ കുട്ടി എന്ത് ചെയ്തു, ആ കുട്ടിക്ക് സങ്കടമായി. അപ്പോൾ ആ കുട്ടി വിതുമ്പിക്കരയാണ്. അതാണ് കലാമിൻ്റെ എന്താ പറയുക, മനസ്സിൽ മായാതെ നിൽക്കണ ഒരു അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതവർ രണ്ടുപേരും ചേർന്നിട്ട് അവരുടെ വീട്ടിൽ പറഞ്ഞു, അവരുടെ മാതാപിതാക്കളോട് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മണ ശാസ്ത്രി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ എന്താ പറയുക, അധ്യാപകനെ വിളിപ്പിച്ചിട്ട് ഈ കാര്യത്തെക്കുറിച്ചിട്ട്, അതായത് ചെറിയ കുട്ടികളുടെ ഇടയിൽ നിങ്ങൾ ഈ അസമത്വത്തിൻ്റെയും അതുപോലെ തന്നെ അസഹിഷ്ണുതയുടെയൊക്കെ വിഷം പരത്തുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ നന്നായിട്ട് ഒന്ന് ശാസിച്ചു. അപ്പോൾ തൻ്റെ പ്രവൃത്തിയിൽ ആ അധ്യാപകൻ ഖേദിച്ചു എന്ന് മാത്രമല്ല, ആ ലക്ഷ്മണ ശാസ്ത്രി നൽകിയ ശക്തമായ സന്ദേശത്തിൻ്റെ ചൈതന്യം വഴി ആത്യന്തികമായി പരിവർത്തനപ്പെടുകയുണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലൊരു ചെറിയൊരു അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടിക്കാലത്തെ ഒരു അനുഭവമാണ് ഇതിൽ പറയുന്നത്. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? അതായത് മതത്തിൻ്റെയും അല്ലെങ്കിൽ ജാതിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ കുറേയധികം വേർതിരിവുകൾ അക്കാലത്ത് സജീവമായിരുന്നു എന്ന് നമുക്കിത് മനസ്സിലാക്കാം, അല്ലേ? അതായത് ഹൈന്ദവരാണ് ഏറ്റവും മികച്ച് നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, ബാക്കിയുള്ളവരൊക്കെ താഴേക്കിടയിലാണ് എന്നുള്ളൊരു എന്താ പറയുക, അത് ഒരു എന്താ പറയുക, മതത്തിൻ്റെ പേരിലൊരു വേർതിരിവ് അവിടെ കാണിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ മുന്നോക്കക്കാരെന്നും പിന്നോക്കക്കാരെന്നുള്ള ചിന്ത സ്കൂളുകളിലും അതുപോലെ തന്നെ അധ്യാപകരുടെ ചിന്തയിൽ പോലും അന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ ജാതിമത ചിന്തകളില്ലാതെ തന്നെ കുട്ടികളെ വളർത്തിയിരുന്ന പുരോഗമന സ്വഭാവമുള്ള ആളുകളും അന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ലക്ഷ്മണ ശാസ്ത്രി അദ്ദേഹത്തോട് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മാറ്റങ്ങൾ ഉണ്ടാവില്ലല്ലോ. അവരും അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ അവരും എന്താ പറയുക, മതത്തിൻ്റെയും ജാതിയുടെ അടിസ്ഥാനത്തിൽ വേർതിരിവ് കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറേ കുട്ടികൾ സ്കൂളിൽ പഠിക്കേണ്ട തന്നെ വരില്ല, എല്ലാവരെയും അവിടെ തന്നെ ഒരു വേർതിരിവ് കാണിക്കല്ലേ. അപ്പോൾ അതുപോലത്തെ ചിന്തകളില്ലാതെ തന്നെ വളർത്തിയിരുന്ന പുരോഗമന സ്വഭാവമുള്ള ആളുകളും അന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ഇടപെടലുകൾ പലപ്പോഴും ഇത്തരം തെറ്റുകൾ ചെയ്തിരുന്ന ആളുകളെ മാനസികമായി പരിവർത്തനപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ വായിച്ചത്, അല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ അത്തരം വേർതിരിവുകൾ കാണാൻ കഴിയില്ല. ഇന്ന് എല്ലാ കുട്ടികളും സ്കൂളിലും അവർ ഇടപെടുന്ന സമൂഹത്തിലും സമത്വത്തിൻ്റെയും സഹപരിവർത്തനത്തിൻ്റെയും ഒക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് മുന്നോട്ട് പോകുന്നത്, അല്ലേ? മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഇത്തരം വേർതിരിവുകൾ കാണിക്കുന്നവരെ സമൂഹം ഒറ്റപ്പെടുത്തുകയും നിയമ നടപടികൾക്ക് വിധേയരാക്കുകയും ചെയ്യും. അപ്പോൾ ഒരു കണക്കിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സമൂഹം അവരെ ഒറ്റപ്പെടുത്താതിരിക്കാൻ അല്ലെങ്കിൽ നിയമ നടപടികൾക്ക് അവർ വിധേയരാകാതിരിക്കാനും വേണ്ടിയിട്ട് ആ ഒരു പേടി കൊണ്ട്
അവരെ എന്താ പറയുക വേർതിരിവുകൾ കാണിക്കാണ്ടെങ്കിലിരിക്കും. ഇപ്പോഴത്തെ കാലത്ത് അത് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമുക്ക് എന്താ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ കുട്ടിക്കാലത്തെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്നാണ് പറയുന്നത്. അപ്പം ഞാനൊന്ന് വായിക്കാം. സെഗ്രിഗേഷൻ ബേസ്ഡ് ഓൺ റിലീജിയൻ ആൻഡ് കാസ്റ്റ് വാസ് ആക്റ്റീവ് ഇൻ ദോസ് ഡേയ്സ്. ദ തോട്ട് ഓഫ് forward and backward was present in schools and even in the mind of teachers, but there were people who brought up their children without caste and religious thoughts. The intervention of these reformists helped to transform people who did this type of mistakes. Nowadays these type of discrimination are not seen. The children in the present world go forward with the concept of equality and coexistence. Moreover, society will segregate and take legal action against those who continue with this type of segregation. അതായത് ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും നിലനിൽക്കുന്നില്ല. കാരണം എന്താണ്, അവിടെ ഒരു എന്താ പറയുക നിയമ നടപടികൾക്ക് അവരെ വിധേയരാക്കുക അല്ലെങ്കിൽ ആ സമൂഹം അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് കൊണ്ട് ഈ കാലത്ത് അത് കാണുന്നില്ല. അന്നത്തെ കാലത്തൊക്കെ അത് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിനെ നിഷ്കരണം നീതിയിലേക്ക് നയിക്കുന്ന കുറേ ആളുകളും പണ്ട് ജീവിച്ചിരുന്നു. അതുകൊണ്ടാണ് അന്നത്തെ ആളുകളിൽ തന്നെ ഇതുപോലെ ജാതിമത വേർതിരിവ് കാണിക്കുന്ന ആളുകളിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മാർജിനലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാർജിനലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ക്ലൂഡിങ് സം ഗ്രൂപ്പ്സ് ഫ്രം ദ പ്ലേസസ് വെർ ദ ഡിസേർവ് ഈക്വൽ കൺസിഡറേഷൻ. അതായത് മാർജിനലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് എന്ത് മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് മാർജിനലൈസേഷൻ എന്ന് പറഞ്ഞാൽ പാർശ്വവൽക്കരണം അഥവാ അരികുവൽക്കരണം. അതായത് തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വ്യക്തികളെ ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുക. ഇതിനെയാണ് മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു ചെറിയ നോട്ട് പോലെ എഴുതാം. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകാതെ മാറ്റി നിർത്തുന്ന സാഹചര്യം അക്കാലത്ത് നിലനിന്നിരുന്നു അല്ലേ? സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കൽ, അതുപോലെ തന്നെ അവസരങ്ങൾ നിഷേധിക്കൽ, സാമൂഹികമായിട്ട് വിവേചിക്കൽ തുടങ്ങിയ പ്രവണതകളെ അനീതി എന്ന് വിളിച്ചു പോന്നു അല്ലേ? ഇതുപോലെയൊക്കെ അതായത് മുഖ്യധാരയിൽ നിന്നും വ്യക്തികളൊക്കെ ഒഴിവാക്കുക, അവസരങ്ങൾ നിഷേധിക്കുക, സാമൂഹികമായിട്ട് അവരെ വിവേചിക്കുക, ഇതിനൊക്കെയാണ് അനീതി എന്ന് പറയുന്നത് അല്ലേ? മുൻവിധിയോടെ ചില സാമൂഹിക വിഭാഗങ്ങളെ അവരുടെ ജാതിയുടെയോ അല്ലെങ്കിൽ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിൽ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? കഴിവുകളുണ്ടായിട്ടും തൊഴിലും വിദ്യാഭ്യാസവും അവസരങ്ങളും നിഷേധിക്കുകയും അവസരങ്ങൾ നൽകാതിരിക്കുകയും വ്യക്തി എന്ന നിലയിലുള്ള പരിഗണന പോലും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതോടെ അവർ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറിയിട്ട് അരികുകളിലേക്ക് എത്തുന്നു അല്ലേ? അപ്പോൾ ഇതിനെയാണ് മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മാർജിനിലേക്ക് അതായത് അവരൊരു അരികിലേക്ക് എത്താണ്, അവരെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അവരെ മുഖ്യധാരയിലേക്ക് വരാൻ പോലും അവരെ അനുവദിക്കുന്നില്ല. അപ്പോൾ അതിനെയാണ് മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തുല്യപരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു പ്രക്രിയയാണ് എന്ത് മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് എക്സ്ക്ലൂഡിങ് സർട്ടൻ ഗ്രൂപ്പ്സ് ഫ്രം പ്ലേസസ് വെർ ദേ ഡിസേർവ് ഈക്വൽ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, there was a situation in society where some sections were not given the consideration they deserved. The tendencies of exclusion of individuals from the mainstream of society, denial of opportunities and social discrimination were called as injustice. അതായത് അനീതി എന്ന് പറയുന്നത്. Prejudice excluded certain social groups on the basis of their caste and religion. Despite having skills, they are denied employment, education opportunities and are not even given consideration as individuals. They were aligned from the mainstream of society, were marginalized. അതായത് അവരെ മുഖ്യധാരയിൽ നിന്നും അരികിലേക്ക് മാറ്റി നിർത്തുകയാണ്. ഈ ചിത്രത്തിൽ കണ്ടില്ലേ, അതായത് ഒരു ഗ്രൂപ്പിൽ നിന്ന് അവരെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അതായത് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അവർക്ക് കിട്ടേണ്ട അല്ലെങ്കിൽ അവർക്ക് നല്ല പഠിപ്പും കാര്യങ്ങളും അതായത് അവർക്ക് അതിലുള്ള സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ അവരെ അതിൽ നിന്നും അല്ലെങ്കിൽ ജോലിയിൽ നിന്നും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസിൽ നിന്നും ഒക്കെ അവരെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
ഇപ്പം നമുക്ക് മനസ്സിലായി ഇതൊരു മാർജിൻ അല്ലെങ്കിൽ ഒരു സൈഡ് അല്ലെങ്കിൽ ഒരു ബോർഡർ, ഒരു എന്താ പറയുക, അതിൽ നമുക്ക് ഇപ്പോൾ ഫെമിലിയറായി. അപ്പോൾ ഈ വേർഡ് എന്താണത് അർത്ഥാക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ വേർഡിനോടാണിത് സാദൃശ്യം പുലർത്തുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്തിനോടാണ്? എക്സ്ക്ലൂഷൻ, സെറ്റ് എസൈഡ്, നെഗ്ലക്റ്റ്, ഡിനയൽ ഓഫ് ഓപ്പർച്യൂണിറ്റി, ഇനീക്വാലിറ്റി. അതായത് ഒഴിവാക്കൽ, മാറ്റി നിർത്തൽ, അവഗണന, അവസര നിഷേധം, അതുപോലെ തന്നെ അസമത്വം. ഇതൊക്കെയാണ് ആ ഒരു എന്താ പറയുക അരിക്, വംശം, പാർശ്വം. അതായത് മാർജിൻ, സൈഡ്, പിന്നെ ഏതാ കൂടി പറഞ്ഞേ? മാർജിൻ, സൈഡ് ആൻഡ് ബോർഡർ. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ വേർഡ്സാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കുറച്ച് വാക്കുകൾ. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഈ ചിത്രങ്ങളിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? എന്താണ്? അതായത് മാർജിനലൈസേഷൻ ഇൻ സൊസൈറ്റി ഒക്കേഴ്സ് മെനി റീസൺസ്. അതായത് സമൂഹത്തിലെ ഈ മാർജിനലൈസേഷൻ അഥവാ അരികുവൽക്കരണം നടക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. പലധികം കാരണങ്ങൾ കൊണ്ടാണ് ഈ മാർജിനലൈസേഷൻ ഈ സമൂഹത്തിൽ നടക്കുന്നത്. ഈ ചിത്രങ്ങളൊന്ന് നോക്കിക്കേ. അതായത് ഈ ചിത്രത്തിൽ കാണുന്ന അവസ്ഥകൾ എന്തൊക്കെയാണ്? ഇവിടെ പ്രകൃതി ക്ഷോഭമുണ്ട് ഇല്ലേ? എന്തൊക്കെയാണ് ഇതിൽ കാണുന്നത്? ഡിസാസ്റ്റേഴ്സ്, പിന്നെ ലാൻഡ് സ്ലൈഡ്, എർത്ത് ക്വേക്സ്, ഫ്ലഡ്സ്, സീ ഇറോഷൻ, ഇതൊക്കെ കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ മാർജിനലൈസേഷൻ ഒക്കേഴ്സ് ത്രൂ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അല്ലേ? ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കൊണ്ടും എന്താ പറയുക അല്ലെങ്കിൽ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് കൊണ്ടും വരാം, മാർജിനലൈസേഷൻ വരാം എന്നാണ് പറയുന്നത് അല്ലേ? മാർജിനലൈസേഷൻ ടേക്സ് പ്ലേസ് ബൈ ലോസ് ഓഫ് അസെറ്റ്സ് കോസ്ഡ് ഡ്യൂ ടു നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് അല്ലേ? മാർജിനലൈസേഷൻ എങ്ങനെയൊക്കെ വരിക? അതായത് പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ മനുഷ്യർ തന്നെ ഉണ്ടാക്കുന്ന ഓരോ ദുരന്തങ്ങൾ കൊണ്ട് അവർക്ക് അവരുടെ അസറ്റുകൾ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുതൽ അതൊക്കെ അതായത് ഈ ദുരന്തങ്ങൾ കൊണ്ട് അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് എന്താ പറയുക മാർജിനലൈസേഷൻ കൂടുകയാണ് ചെയ്യുക അല്ലേ? അതായത് പ്രകൃതിക്ഷോഭം അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ തുടങ്ങിയവയിലൂടെയൊക്കെ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിന് വേണ്ട അടിസ്ഥാന ആവശ്യങ്ങൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ? അതുപോലെ പ്രളയം, ഭൂകമ്പം, കടൽക്ഷോഭം, ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയവയൊക്കെ പ്രകൃതിക്ഷോഭത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഇല്ലേ? അതേസമയം മനുഷ്യൻ സ്വയമേവ സൃഷ്ടിക്കുന്ന യുദ്ധങ്ങൾ, അപകടങ്ങൾ, വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ, ബോംബ് സ്ഫോടനങ്ങൾ, കുടിയൊഴിപ്പിക്കലുകൾ, പിന്നെ പലായനങ്ങൾ, ഇതൊക്കെ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളാണ്. ഇതിലൊക്കെ തന്നെയും മനുഷ്യൻ അവൻ്റെ വസ്തുവകകളും സ്ഥിരവാസവും നഷ്ടപ്പെടുന്നതോടെ അവനൊന്നും ഇല്ലാണ്ടായിരിക്കുകയാണ് അല്ലേ? സമൂഹത്തിൽ അവന് മുഖ്യധാരയിൽ നിന്ന് മാറി സഞ്ചരിക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. അതായത് യുദ്ധം കൊടുമ്പിരി കൊണ്ട ഒരു മേഖലയിൽ ഒരു കുട്ടിക്ക് അവൻ്റെ വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ? അവിടെ എവിടെ വിദ്യാഭ്യാസം നടത്താൻ പറ്റുന്നത്? ആ കുട്ടിക്ക് വിദ്യാഭ്യാസം എടുക്കാൻ പറ്റുക? ആ കുട്ടിക്ക് എങ്ങനെ വിദ്യാഭ്യാസം നേടാൻ പറ്റില്ല അല്ലേ? യുദ്ധം നടക്കുകയാണ്. അവരുടെ ആ മേഖലയിൽ യുദ്ധം നടക്കുമ്പോൾ എങ്ങനെയാണ്? അപ്പം മനുഷ്യനിർമ്മിതമായിട്ട് ദുരന്തങ്ങളും എന്താണ് മാർജിനലൈസേഷന് കാരണമാവുകയാണ് ചെയ്യുന്നത്. അവർക്ക് അവരുടെ അസറ്റ്, അവരുടെ എന്താ പറയുക, അവർക്ക് സ്ഥിരമായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ, അവർക്കുള്ള വീട് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതിൽ നിന്ന് അവർ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതുകൂടാതെ ജാതി, മത, ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള അന്തരത്തിൻ്റെ പേരിലും ഒരു വിഭാഗം അവസരങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നുണ്ട് ഇല്ലേ? ഇത് മാത്രമൊന്നുമല്ല, ജാതിയുടെയും മതത്തിൻ്റെയും ഗോത്രങ്ങളുടെയൊക്കെ ഓരോ വിഭാഗത്തിൻ്റെയൊക്കെ അന്തരത്തിൻ്റെ പേരിലൊക്കെ ഒരു വിഭാഗം ആൾക്കാർ മാർജിനലൈസ് ചെയ്യുകയാണ്, അതായത് മാറ്റി നിർത്തപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇതുപോലത്തുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഓക്കെ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരാം. അതുമാത്രമാണോ? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് മാത്രമാണോ? അല്ല, മനുഷ്യൻ തന്നെ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ഉണ്ട്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് അല്ലേ? പക്ഷെ അതും ഉണ്ടായിട്ട് ആളുകൾ അവരുടെ വസ്തുവകളൊക്കെ നഷ്ടപ്പെട്ടിട്ട് അവർ ഒരു മുഖ്യ സമൂഹത്തിൽ നിന്ന് അവർ മാറ്റി നിർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ഒന്നുമില്ലാത്തവരെ പോലെ അവർ മാറ്റി നിർത്തപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ.
നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൂ ഫേസസ് മാർജിനലൈസേഷൻ ഇൻ ദ സൊസൈറ്റി. ആരാണ് മാർജിനലൈസേഷൻ ഫേസ് ചെയ്യുന്ന, നമ്മുടെ സൊസൈറ്റിയിൽ മാർജിനലൈസേഷൻ ഫേസ് ചെയ്യുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ആരാണ്, ഏത് ഗ്രൂപ്പാണ് നമ്മുടെ സൊസൈറ്റിയിൽ മാർജിനലൈസേഷൻ ഫേസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെനി ഗ്രൂപ്പ്സ് ആർ മാർജിനലൈസ്ഡ് ആൻഡ് ഡിസ്ക്രിമിനേറ്റഡ് ഇൻ ദ സൊസൈറ്റി. കുറേയധികം ഗ്രൂപ്പുകൾ എന്ത് ചെയ്യാണ്, മാർജിനലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ദിസ് ഇൻക്ലൂഡ് വുമൺ, transgender, Dalits, tribals, minorities, poverty-stricken people, refugees, differently abled persons, ex-prisoners, etc. Each of these groups has a long history of struggle against marginalization. അല്ലേ? അതായത് ഈ മാർജിനലൈസ് ചെയ്യപ്പെടുന്ന വ്യക്തികൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ. സ്ത്രീകൾ, ട്രാൻസ്ജെൻഡേഴ്സ്, അതുപോലെ ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ, ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ന്യൂനപക്ഷങ്ങൾ, ദാരിദ്ര്യം നേരിടുന്നവർ, അഭയാർത്ഥികൾ, ഭിന്നശേഷിക്കാർ, ജയിൽ മോചിതരായവർ തുടങ്ങിയവരൊക്കെ എന്താ പറയുക, ഈ പാർശ്വവൽക്കരണം അല്ലെങ്കിൽ അരികവൽക്കരണത്തിൽ വിവേചനം നേരിടുന്ന ആളുകളാണ് അല്ലേ? അതിനൊക്കെ ഇത് ഉദാഹരണങ്ങളാണ്. ഇതിൽ ഓരോ വിഭാഗത്തിനും അരികവൽക്കരണത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ വലിയ ചരിത്രമുണ്ട്. ഓരോ വിഭാഗത്തിനും ഇവർ നേരിടുന്ന ഈ മാർജിനലൈസേഷനിൽ പെട്ട ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് അവരെ എന്താ പറയുക, അവർ കുറേയധികം സ്ട്രഗിളിൽ കൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. അപ്പോൾ അതിൻ്റെ ഒരു പോരാട്ടത്തിൻ്റെ വലിയൊരു ചരിത്രമുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഒരു മഹാത്മാ അയ്യങ്കാളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള ഒരു നോട്ട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹൂ വാസ് ബോട്ട് റെവല്യൂഷണറി ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ. അതായത് എഡ്യൂക്കേഷൻ്റെ മേഖലയിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നേതൃത്വം വഹിച്ച ഒരു ആളാണ് എന്ത് മഹാത്മാ അയ്യങ്കാളി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊരു നോട്ട് നമുക്ക് തയ്യാറാക്കാം. മഹാത്മാ അയ്യങ്കാളി led a historical revolution against it at a time when upper castes were denying educational opportunities and rights to those who were strong as lower caste. അതായത് താഴ്ന്ന ജാതി എന്ന് കരുതപ്പെടുന്നവർക്ക് വിദ്യാഭ്യാസ അവസരങ്ങളും അവകാശങ്ങളും ഉയർന്ന ജാതിക്കാർ നിഷേധിച്ചിരുന്ന ഒരു കാലത്താണ് മഹാത്മാ അയ്യങ്കാളി അതിനെതിരെ ചരിത്രപരമായ വിപ്ലവം നയിച്ചിരുന്നത്. അതായത് താഴ്ന്ന ജാതിയിൽ പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസ അവസരങ്ങളൊക്കെ അവകാശങ്ങളൊക്കെ നിഷേധിച്ചിരുന്ന ഉയർന്ന ജാതിയിലുള്ള ആളുകൾ ഭരിച്ചിരുന്ന, അല്ലെങ്കിൽ അവർ ആ ഒരു സമയത്താണ് മഹാത്മാ അയ്യങ്കാളി അതിനെതിരെ ഒരു വിപ്ലവം നയിച്ചത്. A Dalit girl named പഞ്ചമി was not allowed to study in school. അതായത് ഒരു ദളിത് ബാലികയായ പഞ്ചമി എന്നൊരു കുട്ടി, ഒരു കുട്ടിയുടെ ഒരു കാര്യമാണ് ഇതിൽ പറയുന്നത്. ആ കുട്ടി സ്കൂളിലേക്ക് ആ കുട്ടിക്ക് അലൗഡ് അല്ലായിരുന്നു, നോട്ട് അലൗഡ്. ആ കുട്ടിക്ക് പഠിക്കാനായിട്ട് സ്കൂളിൽ പോകാനായിട്ട് അലൗഡ് അല്ലായിരുന്നു. ഹിയറിങ് this Ayyangadi came to school holding Panjami's hand and made her sit in the school. This was part of struggle to provide equal opportunities to those who were denied education. He recognized education as a tool for social transformation. അതായത് ദളിത് ഒരു ബാലികയായ പഞ്ചമി എന്നൊരു കുട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചമിയുടെ കൈ പിടിച്ചിട്ട് അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റിയിരുത്തുകയും ചെയ്തു. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് തുല്യ അവസരങ്ങൾ ലഭിക്കുവാൻ അദ്ദേഹം നടത്തിയ പോരാട്ടത്തിൻ്റെ ഭാഗമായിരുന്നു ഇത്. വിദ്യാഭ്യാസത്തെ സാമൂഹിക പരിവർത്തനത്തിനുള്ള ഒരു ഉപാധിയാണെന്ന് തിരിച്ചറിഞ്ഞാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അതായത് താഴ്ന്ന ജാതിക്കാർക്ക് അവരെ കരുതപ്പെടുന്ന താഴ്ന്ന ജാതിക്കാരെന്ന് കരുതപ്പെടുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ അവസരങ്ങൾ, അവകാശങ്ങൾ, അതുപോലെ ഉയർന്ന അവകാശങ്ങളൊക്കെ ഈ ഉയർന്ന ജാതിക്കാരെ നിഷേധിച്ചിരുന്ന ഒരു കാലത്താണ് ഈ മഹാത്മാ അയ്യങ്കാളി ഈ ഒരു ചരിത്രപരമായ വിപ്ലവം നടത്തിയിരുന്നത്. അപ്പോൾ ഒരു ദളിത് ബാലികയായ പഞ്ചമി എന്ന കുട്ടി, ആ കുട്ടിക്ക് സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചിട്ട് അദ്ദേഹം ആ കുട്ടിയുടെ കൈ പിടിച്ചിട്ട് സ്കൂളിലേക്ക് വരികയും സ്കൂളിലേക്ക് ആ കുട്ടിയെ കയറ്റിയിരുത്തുകയും ചെയ്തു. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് തുല്യ അവസരങ്ങൾ ലഭിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയൊരു പോരാട്ടമായിരുന്നു അത്.
വിദ്യാഭ്യാസത്തെ സാമൂഹിക പരിവർത്തനത്തിലുള്ള ഒരു ഉപാധിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് അദ്ദേഹം ഇത് പ്രവർത്തിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം വിപ്ലവകരമായ മാറ്റങ്ങൾ നേതൃത്വം വഹിച്ചു എന്ന് കാണിക്കുന്ന ഒരു ഇൻസിഡൻറ്റ് മഹാത്മാ അയ്യങ്കാളിയുടെ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് എല്ലാവരും നോട്ട് ചെയ്ത് പഠിച്ചേക്കോട്ടോ. ഇപ്പം നമുക്ക് മനസ്സിലായി ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്കും എന്താണ് ഈ ഒരു മാർജിനലൈസേഷൻ നേരിടേണ്ടി വന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ദളിതരെ പോലെ തന്നെ ഈ മാർജിനലൈസേഷൻ സാമൂഹിക അരികുവൽക്കരണം നേരിടേണ്ടി വന്നൊരു വിഭാഗക്കാരാണ് ഗോത്ര വിഭാഗക്കാർ, ട്രൈബൽ പീപ്പിൾസ് അല്ലേ. ട്രൈബൽ പീപ്പിൾസ്, ഗോത്ര വിഭാഗക്കാർ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. Identify and write about the characteristics of tribal people who have faced social marginalization like the Dalit. ദളിതരെ പോലെ സോഷ്യൽ മാർജിനലൈസേഷൻ നേരിടേണ്ടി വന്നിട്ടുള്ള ട്രൈബൽ പീപ്പിളിനെ കുറിച്ചിട്ടുള്ള ഒരു നോട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ട്രൈബൽ പീപ്പിൾ ആർ ദോസ് ഹൂ ലിവ് ടുഗെദർ ഇൻ സ്പെസിഫിക് ജിയോഗ്രാഫിക്കൽ ഏരിയാസ് ഹു ക്രിയേറ്റ് ദെയർ ഓൺ നോളേജ് ആൻഡ് ലീവ് ബൈ അപ്ലൈയിങ് ദെം സിൻസ് ടൈം ഇമ്മemorial. അതായത് ഈ ട്രൈബൽ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഗോത്ര ജനത എന്ന് പറയുന്ന ഗോത്രവർഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലയിൽ പ്രാചീന കാലം മുതൽ ഒത്തൊരുമിച്ച് ജീവിച്ച് വരുന്ന ഒരു ജനതയാണ് എന്ത്? ഗോത്രവർഗങ്ങൾ അഥവാ ട്രൈബൽ പീപ്പിൾ എന്ന് പറയുന്നത്. അതായത് അവരൊരു പ്രത്യേക ഒരു ഭൂമിശാസ്ത്ര മേഖലയിലാണ് പണ്ട് മുതലേ ജീവിച്ച് വന്നിട്ടുള്ളത്, ഒത്തൊരുമിച്ച് ജീവിച്ച് വന്നിട്ടുള്ളത്. ഓക്കെ, they follow their own way of life, art, cultural values. അതായത് അവർക്ക് അവരുടേതായ ഒരു എന്താ പറയുക, അവർക്ക് അവരുടേതായ ഭാഷയും അല്ലെങ്കിൽ കലയും സാംസ്കാരിക മൂല്യങ്ങളൊക്കെ ഉണ്ട്, അവരുടേതായ കാര്യങ്ങളുണ്ട് അവർക്ക് ഇല്ലേ. അതായത് അവർ ജീവിച്ചു വന്ന ഭൂപ്രകൃതിക്കും സാമൂഹിക സാഹചര്യങ്ങൾക്കും അനുസരിച്ച് സ്വന്തമായ അറിവുകൾ നിർമ്മിക്കുകയും അതുപയോഗിച്ച് അവർ ജീവിച്ചു വരികയും ചെയ്ത ആൾക്കാരാണ് ഈ ട്രൈബൽ പീപ്പിൾസ് അഥവാ ഗോത്രവർഗങ്ങൾ എന്ന് പറയുന്നത്. അവർ തനതു ജീവിത രീതിയുടെ ഭാഗമായി രൂപം കൊള്ളുന്ന ഭാഷയും കലയും സാംസ്കാരിക മൂല്യങ്ങളും പിന്തുടരുകയും മറ്റ് വിഭാഗങ്ങളുമായി ഇടപഴകാതെ മാറി നിൽക്കുന്നവരുമാണ്. അപ്പോൾ അവരൊരു പ്രത്യേക തരം ഒരു ജനതയാണ്. അതായത് പണ്ട് മുതലേ ഒരു ഭൂപ്രകൃതിയോട് അടുത്ത് ജീവിച്ച് വരുന്ന, ആരോടും ഇടപഴകാത്ത ഒരു അവരുടേതായ ലൈഫിലും ആർട്ടിലും കൾച്ചറൽ വാല്യൂസിലൊക്കെ ജീവിച്ചിരുന്ന ഒരു പ്രത്യേക വിഭാഗക്കാരാണ് അവർ. ദ കൾച്ചറൽ കോൺട്രിബ്യൂഷൻ ഓഫ് ട്രൈബൽ പീപ്പിൾസ് ആർ മോർ വൈഡ്ലി ആക്സെപ്റ്റഡ് നൗ ദാൻ എവർ ബിഫോർ. The tribal people who had supreme command over resources of their natural habitat gradually lost their control and were subsequently marginalized. അതായത് അവർ മാത്രം വസിച്ചിരുന്ന ഇടങ്ങളിലേക്ക് മറ്റ് വിഭാഗങ്ങൾ കടന്നു വരികയും അവരുടെ വിഭവങ്ങളിൽ മേലെ അവർക്ക് മുൻപുണ്ടായിരുന്ന അധികാരം നഷ്ടമാവുകയും ചെയ്തതോടെയാണ് അവർ മാർജിനലൈസ് ചെയ്യപ്പെട്ടതെന്നാണ് പറയുന്നത്. അതായത് അവർ ആരോടും അതായത് ആരോടും വേറൊരു വിഭാഗക്കാരായിട്ടും ഇടപഴകാതെ മാറി നിൽക്കുന്ന ഒരു വ്യക്തികളാണ്. അതായത് മാറി നിൽക്കപ്പെടുന്ന ഒരു വർഗക്കാരാണ്, ഗോത്രവർഗക്കാരാണ്. അപ്പോൾ അവർ ഭൂമിശാസ്ത്ര മേഖലയിൽ അവർക്ക് ഭൂമിയുമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം ഭൂമിശാസ്ത്ര മേഖലയിൽ പ്രാചീന കാലം മുതൽ നിലനിന്നിരുന്നിട്ടുള്ള ഒത്തൊരുമിച്ച് ജീവിച്ചിരുന്ന ജനതയാണ് അവർ. അപ്പോൾ അവർ ആ ഭൂപ്രകൃതിയിൽ ജീവിക്കുകയും അതിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ അറിവ് നിർമ്മിക്കുകയും അതിലേ ജീവിച്ച് വരികയും അവർക്ക് അതിൻ്റേതായ ഭാഷയും അവർ തന്നെ രൂപീകരിച്ച ഭാഷയും കലയും സാംസ്കാരിക മൂല്യങ്ങളൊക്കെ പിന്തുടരുന്നൊരു മറ്റ് വിഭാഗങ്ങളൊക്കെ ആയിട്ട് ഒരു ഇടപഴകാതെ ജീവിക്കുന്ന ഒരു വിഭാഗങ്ങളാണ് അവർ. അപ്പം അവരുടെ ഇടയിലേക്ക് അവർ ആ ഒരു രീതിയിലേക്ക് ജീവിച്ചു വരുന്ന അവരുടെ ഇടയിലേക്ക് മറ്റ് വിഭാഗങ്ങൾ കടന്നു വരികയും അവരുടെ വിഭവങ്ങളിൽ മേർക്ക് അവർക്ക് മുൻപുണ്ടായിരുന്ന അധികാരം നഷ്ടമാവുകയും ചെയ്തതോടെയാണ് അവർ എന്ത് ചെയ്യപ്പെട്ടത്? മാർജിനലൈസ് ചെയ്യപ്പെട്ടതെന്നാണ് പറയുന്നത്. Tribal people who had supreme command over the resources of the natural habitat gradually lost this control and were subsequently marginalized. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടു ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർ, ട്രൈബൽ പീപ്പിൾസ്, പിന്നെ അതിന് വുമൺസ്, ട്രാൻസ്ജെൻഡേഴ്സ്, ഇവരൊക്കെ
ഇവരൊക്കെ മാർജിനലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളാണ്. പല സാഹചര്യത്തിലും മാർജിനലൈസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ചെയ്യപ്പെട്ടിരുന്ന ആളുകളാണ്. അപ്പോൾ ഈ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിട്ട് അരികുവൽക്കരണത്തെ അല്ലെങ്കിൽ മാർജിനലൈസേഷനെ എതിർത്ത കുറേ നവോത്ഥാന നായകന്മാരുണ്ട്. ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിട്ട് അരികുവൽക്കരണത്തെ അല്ലെങ്കിൽ മാർജിനലൈസേഷനെ എതിർത്ത കുറേ നവോത്ഥാന നായകന്മാരുണ്ട്. അവരാരൊക്കെയാണ്? അവരുടെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Okay, many great people who worked for the upliftment of the marginalized people strongly advocated education as a tool to defend caste discrimination. അപ്പോൾ ഈ മാർജിനലൈസേഷനെ എതിർത്തുകൊണ്ട്, അതായത് പിന്നെ എഡ്യൂക്കേഷനെ കൂടുതൽ എന്താ പറയുക, വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയ കുറേ നവോത്ഥാന നായകന്മാരാണ് ആരൊക്കെ? ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അയ്യ വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വൈക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്ക്കയിൽ യോഹന്നാൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ. ഇവരൊക്കെ എന്താണ്? നവോത്ഥാന നായകന്മാരാണ്. അതായത് ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് മാർജിനലൈസേഷനെ എതിർത്ത കുറേ വ്യക്തികളാണ്, നവോത്ഥാന നായകന്മാരാണ്. അതായത് മാർജിനലൈസേഷനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസമാണ് അല്ലെങ്കിൽ എഡ്യൂക്കേഷനാണ് എന്നതായിരുന്നു ഈ മാർജിനലൈസേഷൻ ചെയ്യപ്പെട്ട ജനതയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച പല മഹത് വ്യക്തികളുടെയും നിലപാട്. വിദ്യാഭ്യാസമാണ് ഇതിന് വേണ്ടത്, മാർജിനലൈസേഷൻ തടയാൻ വിദ്യാഭ്യാസം തന്നെ ആവശ്യമാണ് എന്നതാണ് ഇവരുടെയൊക്കെ നിലപാട്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശം നൽകിയ ശ്രീനാരായണ ഗുരുവും മറ്റു നവോത്ഥാന നേതാക്കന്മാരും ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകി മാർജിനലൈസേഷനെ എതിർത്തവരാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അയ്യ വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വൈക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്ക്കയിൽ യോഹന്നാൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ തുടങ്ങിയവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഇതിന് ഉദാഹരണമാണ്. അവിടെയൊക്കെ ചിത്രങ്ങൾ നമ്മൾ കണ്ടു. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ കുറേ അധികം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഇതുപോലെ മാർജിനലൈസേഷൻ ചെയ്യപ്പെട്ടവരുണ്ട്. അതിൽപ്പെട്ട ഒരു വിഭാഗക്കാരാണ് ദളിത് വിഭാഗക്കാർ. അപ്പോൾ ഈ ദളിത് വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് ജ്യോതിറാവ് ഫുലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ, അതായത് അദ്ദേഹം കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടുത്തെ ഒരു സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഈ ജ്യോതിറാവ് ഫുലെ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു? കുറേയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. അതുപോലെ തന്നെ സാവിത്രിബായി ഫുലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി സ്ത്രീകൾക്ക്, അതായത് പെൺകുട്ടികൾക്കായിട്ട് ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രിബായി ഫുലെ എന്ന് പറയുന്ന ആൾ. അപ്പോൾ കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായിട്ട് നിശാ പാഠശാല സ്ഥാപിച്ചു. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലെ ഇരുവരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റിയിലെ സാവിത്രിബായി ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു. അപ്പോൾ ഈ ജ്യോതിറാവ് ഫുലെ അതുപോലെ സാവിത്രിബായി ഫുലെയൊക്കെ ഈ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട്, ദളിതർക്ക് വേണ്ടിയിട്ട്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കുറേയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചാണ്. അതായത് വിദ്യാഭ്യാസമാണ് ഈ മാർജിനലൈസേഷനെ തടയാവുന്ന ഏറ്റവും വലിയ മാർഗമെന്ന് ഇവരൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ അവരൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കുറേയധികം പ്രയത്നിച്ച വ്യക്തികളാണ്. അപ്പം എന്താ പറഞ്ഞത്? ജ്യോതിറാവ് ഫുലെ എസ്റ്റാബ്ലിഷ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ വുമൺ ആൻഡ് ദളിറ്റ്സ്. സാവിത്രിബായി ഫുലെ എന്ന് പറഞ്ഞാൽ എ നൈറ്റ് സ്കൂൾ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ഫാമേഴ്സ് ആൻഡ് വർക്കേഴ്സ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഈ ദളിതരെ പോലെ ഒരു മാർജിനലൈസേഷൻ ചെയ്യപ്പെട്ട വ്യക്തികളാണ് ഒരു വിഭാഗക്കാരാണ് ട്രൈബൽസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ട്രൈബൽസ് എന്താ പറയുക,
പ്രത്യേക ഭൂമിശാസ്ത്രപരമായ രീതിയിൽ ജീവിച്ചിട്ടുള്ള അവരുടേതായ തനത് ഭാഷയും സാംസ്കാരിക മൂല്യങ്ങളൊക്കെയുള്ള ഒരു വ്യക്തികളാണ്. അതായത് ആരുമായിട്ടും ഇടപഴകാതെ അവരുടേതായ ഒരു രീതിയിൽ ഒരു വേ ഓഫ് ലൈഫിൽ ആർട്ട് ആൻഡ് കൾച്ചറൽ വാല്യൂസിൽ ജീവിച്ചിട്ടുള്ള ഒരു ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റിലൊക്കെ ജീവിച്ചിട്ടുള്ള ഒരു ആളുകളാണ് ഈ ട്രൈബൽസ് എന്ന് പറയുന്നത്. ഫോർ എ ലോങ് ടൈം there existed a perception that only the knowledge, art and culture produced by the dominant sections of the society are valuable. But in the field of art, language, literature, medicine and agriculture, the tribals have excellent knowledge and skills that have acquired through close contact with nature. There are many tribal groups with a unique musical tradition. അതായത് ഇതിലെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിലെ മുഖ്യ വിഭാഗക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന അറിവ്, കല, സംസ്കാരം തുടങ്ങിയവ മാത്രമാണ് മൂല്യമേറിയത് എന്ന ധാരണ പല കാലങ്ങളിലായി നിലനിന്നിരുന്നു അല്ലേ. അതായത് സമൂഹത്തിലെ ഒരു വിഭാഗം മുഖ്യമായിട്ട് പദവിയിലൊക്കെ നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രമാണ് കല അല്ലെങ്കിൽ സംസ്കാരം, അറിവ് എന്നിവയൊക്കെ ഉള്ളത്, അതിലാണ് ഏറ്റവും മൂല്യമുള്ളത് എന്നൊരു ധാരണയാണ് നിലനിന്നിരുന്നത്. എന്നാൽ കല, ഭാഷ, സാഹിത്യം, വൈദ്യം, കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രകൃതിയെ അടുത്തറിഞ്ഞ് നേടിയ മികച്ച വിജ്ഞാനവും നാട്ടറിവും സ്വന്തമായുള്ളവരാണ് ആര്? ഈ ട്രൈബൽ പീപ്പിൾസ് അഥവാ ഈ ഗോത്ര ജനത എന്ന് പറയുന്നത്. തനതായ സംഗീത പാരമ്പര്യമുള്ള നിരവധി ഗോത്ര വിഭാഗക്കാരുണ്ട് അല്ലേ. തനതായ സംഗീത പാരമ്പര്യമുള്ള നിരവധി ഗോത്ര വിഭാഗക്കാരും അതായത് ട്രൈബൽ പീപ്പിൾസും ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലത്തെ എന്താ പറയുക, ഒരു ഗോത്രവിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ആര്? നഞ്ചിയമ്മ. നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ, നഞ്ചിയമ്മ എന്ന് പറയുന്നിട്ടുള്ളൊരു വ്യക്തി. ആള് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നുള്ള ഒരാളായിരുന്നു. 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ഈ നഞ്ചിയമ്മയ്ക്കാണ്. ഗോത്രവിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ആളാണ് ആര്? നഞ്ചിയമ്മ അല്ലേ. കളക്കാത്ത സന്തനമേറ വെകുവേക പുത്തിരുക്കോ എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു നഞ്ചിയമ്മ ആലപിച്ചത്. അപ്പോൾ ആ നഞ്ചിയമ്മ ഇന്ത്യൻ രാഷ്ട്രപതി നമ്മുടെ ദ്രൗപദി മുർമുവിൽ നിന്ന് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയുന്ന ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ എല്ലാവരും? അപ്പോൾ ഈ ഗോത്ര ജനതയിൽപ്പെട്ട ആളുകൾക്ക് ഒരു സംഗീത പാരമ്പര്യം അഥവാ സംഗീതത്തിനോടുള്ള ഒരു എന്താ പറയുക, ഒരു മികച്ച അല്ലെങ്കിൽ അവർക്കൊരു മ്യൂസിക്കൽ ട്രഡീഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ ട്രൈബൽ ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ഒരു മ്യൂസിക്കൽ ട്രഡീഷൻ അഥവാ എന്താ പറയുക, തനതായ സംഗീത പാരമ്പര്യം ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ പെട്ട ഒരാളാണ് ആര്? നമ്മുടെ നഞ്ചിയമ്മ. ആൾക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടി ഇല്ലേ ആള്. അതുപോലെ തന്നെ വൈവിധ്യമാർന്ന വാദ്യോപകരണങ്ങൾ നിർമ്മിച്ച് ഉപയോഗിക്കുന്നതിനുള്ള ശേഷിയും അവർക്കുണ്ട്. ഗോത്ര ജീവിതവുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ? They also have expertise to make and use to variety of musical instruments. ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കിയിട്ട് അത് ഉപയോഗിക്കാനുള്ള ചില എക്സ്പെർട്ടൈസ് പീപ്പിളാണ് ഈ ട്രൈബൽ പീപ്പിൾ എന്ന് പറയുന്നത്. അവരുണ്ടാക്കിയിട്ടുള്ള ചില എന്താ പറയുക, ചില മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ചിത്രങ്ങളാണ്, അല്ലെങ്കിൽ അവർക്ക് ഉള്ള ഒരു പ്രത്യേക അതുമായി ബന്ധപ്പെട്ട ട്രൈബൽ ലൈഫുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ? കുറച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതും ആയിട്ട് എന്താ പറയുക, ഗോത്രജീവിതവുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങളാണ്. അപ്പോൾ സ്വന്തം ഭൂമിയിൽ മേലുള്ള ഇവരുടെ അവകാശം, വിദ്യാഭ്യാസ അവസരങ്ങൾ, പിന്നെ പോഷകാഹാര ലഭ്യത, ആരോഗ്യ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതിന് ഉതകുന്ന ക്ഷേമ പദ്ധതികളും ആനന്തര നടപടികളും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് മാർജിനലൈസേഷൻ കുറേയൊക്കെ നീങ്ങിപ്പോകുന്ന ഒരു ഇതാണുള്ളത്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് കുറേ വെൽഫെയർ പ്രോഗ്രാംസ്, ഫോളോ അപ്പ് മെഷേഴ്സ് അതൊക്കെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഒരു പ്രത്യേക അവരുടേതായ ഒരു ലാൻഡ്, എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ്, ന്യൂട്രീഷ്യസ് ഫുഡ്, ഹെൽത്ത് കെയർ, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വെൽഫെയർ പ്രോഗ്രാംസ് അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇപ്പോൾ അവർക്ക് അതായത് ഈ ട്രൈബൽ പീപ്പിൾസിന് ഒരു എന്താ പറയുക, ഒരു മ്യൂസിക്കൽ ആയിട്ടുള്ളൊരു
മ്യൂസിക്കായിട്ട് അല്ലെങ്കിൽ അവർക്കൊരു എന്താ പറയുക, ഒരു യുണീക്ക് മ്യൂസിക്കൽ ട്രഡീഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ അവർക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ മേക്ക് ചെയ്യാനും അത് യൂസ് ചെയ്യാനൊക്കെയുള്ള ഒരു എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള പീപ്പിൾസാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി അവരുടെ ഒരു ആർട്ടിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ലൈഫ് ഓഫ് ട്രൈബൽ പീപ്പിളിൻ്റെ നോട്ട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രിപ്പയർ ആൻഡ് പ്രസൻറ്റ് എ നോട്ട് ഓൺ ദ ആർട്ടിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ലൈഫ് ഓഫ് ട്രൈബൽ പീപ്പിൾ. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ കേരളത്തിലെ ഗോത്രവിഭാഗങ്ങളെ സാംസ്കാരിക ജീവിതത്തെക്കുറിച്ചിട്ടാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലെ ആദിവാസികളായ ഗോത്രവിഭാഗക്കാർ വ്യത്യസ്ത ഭാഷകളോടും ആചാരങ്ങളോടും പൊരുത്തപ്പെടുന്നുണ്ടെങ്കിലും അവരുടെ കലാപരമായിട്ടുള്ള ഒരു എന്താ പറയുക ആവിഷ്കാരം വ്യക്തമായും ഏകാന്തമായും പ്രാകൃതവുമായ സാമൂഹിക ഘടനയെ പ്രതിഫലിപ്പിക്കുന്നതാണ്. ആദിവാസി ആചാരങ്ങളും വിശ്വാസങ്ങളും വനദൈവങ്ങളുടെയും ദേവതകളുടെയൊക്കെ നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വിശ്വാസങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ മുതലായവ മനുഷ്യൻ്റെ ആവശ്യങ്ങളും പരിസ്ഥിതി സംരക്ഷണവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ ഉറപ്പാക്കുന്നതാണെന്നൊക്കെയാണ് അവരുടെ വിശ്വാസം. വന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് ആദിവാസികൾ ജീവിച്ചിരുന്നത് അല്ലേ. പകരം അവർ കാടിനെ പരിപാലിക്കുന്നുണ്ട്. ഗോത്രങ്ങളുടെ സാമൂഹിക സംസ്കാരം വനത്തിൽ വേരൂന്നിയതാണ്. മുള, പനയോല, കാട്ടിലെ കളിമണ്ണ് തുടങ്ങിയവ വനങ്ങളിൽ നിന്ന് ശേഖരിച്ചിട്ടാണ് അവർ ആ സംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് വീടുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ വീടിൻ്റെ ഭിത്തികളിലും തറയിലൊക്കെ മിനുക്കുന്നതിന് അവർ ചാണകമാണ് ഉപയോഗിച്ചിരുന്നത്. ലളിതമായ ജീവിത രീതികൾ അല്ലെങ്കിൽ ഊഷ്മളമായ ആതിഥ്യ മര്യാദകൾ, അതുല്യമായ ആചാരങ്ങൾ എന്നിവയുടെയൊക്കെ സവിശേഷതകളാൽ ഗോത്ര സംസ്കാരം ഒരു വളരെ നല്ലൊരു രീതിയിലാണ് അവരുടെ സംസ്കാരം നിലനിന്നിരുന്നതെന്നാണ് പറയുന്നത്. എല്ലാ ഗോത്രങ്ങൾക്കും അവരുടേതായ ദൈവങ്ങളും ദേവതകളൊക്കെ ഉണ്ട്. അവർക്ക് അവരുടേതായ തനതായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഭാഷ, വസ്ത്രധാരണ രീതി, ഭക്ഷണശീലങ്ങൾ, കാർഷിക രീതികൾ തുടങ്ങിയവയുണ്ട്. വനം ഉൽപ്പന്നങ്ങൾ, കൃഷി തുടങ്ങിയവ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആദിവാസി സമ്പദ് വ്യവസ്ഥ, അതായത് വന ഉൽപ്പന്നങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് അവരുടെ ഒരു സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. കേരളത്തിലെ ഗോത്രങ്ങളുടെ പ്രാഥമിക ഉപജീവന മാർഗമാണ് കൃഷി. സംഗീതവും നൃത്തവും ഗോത്ര സംസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. നാടോടി സാഹിത്യത്തിന് അവർ നൽകിയിട്ടുള്ള സംഭാവനകൾ ഏറെയാണ്. ആദിവാസി നാടോടി കഥകൾ അവരുടെ സാംസ്കാരിക ധാർമ്മികതയുടെ പ്രതിഫലനമാണെന്നാണ് പറയുന്നത്. ആചാരങ്ങളുടെയും മറ്റു ഉത്സവ അവസരങ്ങളുടെയും ആഘോഷങ്ങളിൽ സംഗീതവും നൃത്തവുമുണ്ട്. ആധുനിക ശീലങ്ങളുടെയും മറ്റ് സമുദായത്തിലെ ആളുകളുമായുള്ള സമ്പർക്കത്തിൻ്റെയും സ്വാധീനം ഈ ആദിവാസികൾക്കിടയിൽ ഒരു എന്താ പറയുക കുറേയധികം ഏകീകൃതമായ വസ്ത്രധാരണ രീതി കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. പല ഗോത്രവിഭാഗങ്ങളും മാംസാഹാരികളും എല്ലാത്തരം മാംസങ്ങളും കഴിക്കുന്നവരാണ്. അരി, റാഗി, വേര്, കിഴങ്ങ് വർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. അപ്പോൾ എല്ലാ ട്രൈബൽ സമൂഹങ്ങൾക്കിടയിലും കുടുംബദേവത അല്ലെങ്കിൽ ഒരു കുലദൈവം ഉണ്ട്. പാടി, കുടി, ജന്മം, കൂട്ടം, നാട്, കോയ്മ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന കുഗ്രാമം അല്ലെങ്കിൽ വാസസ്ഥലങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള കുടുംബങ്ങളുടെ ചെറിയ ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്നതാണ് ആദിവാസി ഗ്രാമ സംഘടനകൾ. ഓരോ യൂണിറ്റിനും ഒരു തലവൻ നേതൃത്വം നൽകുന്നു. ഇതാണ് ട്രൈബൽ പീപ്പിളിൻ്റെ സാംസ്കാരികമായിട്ടുള്ള ഒരു കുറിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ട്രൈബൽസ്, ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ അവരുടേതായ മാർജിനലൈസേഷൻ ചെയ്യപ്പെട്ടു. പിന്നെ അവരുടെ സാംസ്കാരികമായിട്ടുള്ള ജീവിതങ്ങൾ അതൊക്കെ നമ്മൾ കണ്ടു ഇല്ലേ. അതുപോലെ തന്നെ പദവിയുമായിട്ട് ബന്ധപ്പെട്ട് മാർജിനലൈസ് ചെയ്യപ്പെട്ട ഒരു സാമൂഹിക വിഭാഗമാണ് സ്ത്രീകൾ. അപ്പോൾ സ്ത്രീകളുടെ ഒരു എന്താ പറയുക മാർജിനലൈസേഷൻ എന്ന് പറയുന്നത് അതിൻ്റേതായ ഒരു അനുഭവക്കുറിപ്പ് ഒരു നിലമ്പൂർ ആയിഷ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്താ പറയുക ഒരു നാടകം കളിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു അനുഭവക്കുറിപ്പിലൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആ ഒരു സമയത്ത് സ്ത്രീകളെ നാടകത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് കിട്ടുമായിരുന്നില്ല. അതായത് സ്ത്രീകൾ അഭിനയ രംഗത്തേക്ക് വരുന്നത് മോശമാണെന്നാണ് സമൂഹം വിശ്വസിച്ചിരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ അഭിനയിക്കും എന്ന് തീരുമാനിച്ച് ഇറങ്ങിയ ഒരു വ്യക്തിയാണ് നിലമ്പൂർ ആയിഷ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. അപ്പോൾ ഈ നിലമ്പൂർ ആയിഷ ഒരു നാടകം കളിക്കണ സമയത്താണ്, നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആൾക്ക് ഒരു കല്ലേറ് കിട്ടുന്നത്. അപ്പോൾ ചോര പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അതായത് നാടകം കളിച്ചുകൊണ്ട് സ്റ്റേജിൽ അരങ്ങേറുന്ന സമയത്താണ് കല്ലേറ് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് ചോര ആളുടെ മുഖത്തുനിന്ന് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് വായിലൂടെ രക്തം വരുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അതായത് എന്താ പറയുക, ഒരു ഡയലോഗ് പോലും തെറ്റാതെ മറക്കാണ്ട് ആ നാടകം ആൾ പൂർത്തിയാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഞാൻ എന്തായാലും നാടകത്തിൽ അഭിനയിക്കും, അതെൻ്റെ തീരുമാനമാണെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് ആ ഒരു നാടകം പൂർത്തിയാക്കാണ് ആൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മഞ്ചേരിയിൽ മേലയ്ക്കകത്ത് നാടകം കളിക്കാണ്ടിരിക്കുന്ന സമയത്ത് വേദിയിൽ വെച്ച് തന്നെ വധിക്കാനുള്ളൊരു ശ്രമം നടന്നു. പക്ഷേ ഒരു അഭിനേതാവിന് ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. നാടകം ഏതാണ്ട് പകുതിയൊക്കെ ആയ സമയത്ത് ആളുടെ തല ലക്ഷ്യമാക്കിയിട്ട് ഒരു വെടിയുണ്ട ചീറിപ്പാഞ്ഞു വന്നു. ഭാഗ്യം എന്ന് പറയട്ടെ എന്തുണ്ടായിട്ടുള്ളത്, ആ ഡയലോഗ് പറഞ്ഞ ആൾ തല തിരിച്ചതും ആ വെടിയുണ്ട പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ആളുടെ തലയിൽ കയറിയില്ല എന്നാണ് പറയുന്നത്. അതായത് ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഈ നിലമ്പൂർ ഐഷയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പ്രതിസന്ധികളൊന്നും ആളെ തളർത്തിയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നും ഐഷയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അതായത് ലിംഗപദവിയുമായി ബന്ധപ്പെട്ട സ്ത്രീകൾക്കെതിരെയുള്ള ഒരു മാർജിനലൈസേഷൻ ചെയ്യപ്പെട്ടൊരു സമൂഹ വിഭാഗമാണ് സ്ത്രീകൾ. അതിൽ ഉള്ളൊരു ഉദാഹരണം ആരാണ്? നിലമ്പൂർ ഐഷ എന്ന് പറയുന്ന വ്യക്തി. പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്ന് ഒരു നാടകം ഒക്കെ അവതരിപ്പിച്ച് ഒരു നല്ലൊരു പദവിയിലെത്തിയിട്ടുള്ള ഒരാളാണ് നിലമ്പൂർ ഐഷ എന്ന് പറയുന്നത്. അപ്പോൾ ആളുടെ അനുഭവക്കുറിപ്പ് വായിച്ചപ്പോൾ അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലായത്? അതായത് നിലമ്പൂർ ഐഷ എന്ന നാടക കലാകാരിയുടെ ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്ന പുസ്തകത്തിൽ നൽകിയിട്ടുള്ളൊരു അനുഭവക്കുറിപ്പാണ് നമ്മളിപ്പോൾ കണ്ടത്, അല്ലേ? അപ്പോൾ ഒരു മികച്ച അഭിനേത്രി ആയിരുന്നിട്ടും വടക്കേ മലബാറിലും അതേ മറ്റു ഭാഗങ്ങളിലൊക്കെ നാടകം കളിക്കാൻ പോയപ്പോൾ അവർക്കുണ്ടായ ഒരു വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങളാണ് ഈ കാണിച്ചു തന്നത്, അല്ലേ? അപ്പോൾ നാടകത്തിൽ അഭിനയിക്കുന്നത് മോശമാണെന്നാണ് അന്നത്തെ സമൂഹമൊക്കെ വിശ്വസിച്ചത്. സ്ത്രീകൾ നാടകത്തിൽ അഭിനയിക്കുന്നത് മോശമാണെന്നാണ് അക്കാലത്തൊക്കെ വിശ്വസിച്ചിരുന്നത്, അല്ലേ? അപ്പോൾ അതിൽ നിന്നൊക്കെ അതായത് സ്ത്രീകൾ അഭിനയിക്കാൻ പാടില്ല എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ടല്ലേ അവരെ കല്ലെറിയുന്നതും വധശ്രമത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് ആൾ മുന്നോട്ട് വന്നു, ഇല്ലേ? അപ്പോൾ അതുപോലത്തെ ഒരു ചിന്താഗതിയാണ് അന്നത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വന്നിട്ടുള്ള ഒരാളാണ് നിലമ്പൂർ ഐഷ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി, അല്ലേ? അപ്പോൾ സ്ത്രീകൾ വീടുകളിൽ മാത്രം കഴിയേണ്ടവരാണ് എന്നൊരു വികലമായ ചിന്താഗതിയാണ് ആർക്കുള്ളത് അന്നത്തെ സമൂഹത്തിലൊക്കെ കാണുന്നത്. അതാണ് ഈ സംഭവങ്ങൾക്കൊക്കെ കാരണമാകുന്നത്, അല്ലേ? അപ്പോൾ കലാപ്രവർത്തനത്തിൽ മാത്രമല്ല സമൂഹത്തിൽ പല മേഖലകളിലും അക്കാലത്ത് സ്ത്രീകൾ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ നിലമ്പൂർ ഐഷയുടെ അനുഭവക്കുറിപ്പ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ നോട്ട് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കി പഠിച്ചേക്കും കേട്ടോ. Okay, the Between Life and Stage by the theatre artist named by Nilambur Aisha. In spite of being great actress, it depicts a painful feelings she faced when she went to perform plays in North Malabar and other parts. Okay, at that time, the society held the notion that women acting in drama was bad. Therefore, they had experiences like getting stoned and escaping from assassination attempts on the stage itself. But even such obstacles did not affect her. In this way, women were marginalized not only in artistic activities but in many sectors of society at that time. Such incidents are caused by the distorted thinking that women should only stay inside the house. അതായത് അവർ വീടുകളിൽ ഒതുങ്ങിയിരിക്കേണ്ട വ്യക്തികളാണ് എന്നുള്ളൊരു ചിന്താഗതിയാണ് അന്നത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്, അല്ലേ? നിലമ്പൂർ ഐഷ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്താണ്? വുമൺ ഷുഡ് ഓൺലി സ്റ്റേ ഇൻസൈഡ് ദ ഹൗസ്. വുമൺ വീടുകളിൽ ഒതുങ്ങിയിരിക്കേണ്ട വ്യക്തിയാണ് എന്നുള്ളൊരു വികലമായൊരു ചിന്താഗതി ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ നിലമ്പൂർ ഐഷ എന്ന് പറഞ്ഞ വ്യക്തിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് സ്ത്രീകളാരും പുറത്തേക്ക് ഇറങ്ങില്ല, അവർ വീടുകളിൽ ഒതുങ്ങിക്കൂടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കണ്ടു ട്രൈബൽസ്, ദളിത്, സ്ത്രീകൾ ഇവരൊക്കെ ഒരു മാർജിനലൈസേഷൻ ചെയ്യപ്പെട്ടിട്ടുള്ള സമൂഹത്തിൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അതുപോലെ തന്നെ ഒരു മാർജിനലൈസേഷൻ ചെയ്യപ്പെട്ട ഒരു വിഭാഗക്കാരാണ് ട്രാൻസ്ജെൻഡേഴ്സ്.
ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ജെൻഡർ പേഴ്സൺ മീൻസ് എ പേഴ്സൺ ഹൂസ് ജെൻഡർ ഡസ് നോട്ട് മാച്ച് വിത്ത് ദ ജെൻഡർ അസൈൻ ടു ദ പേഴ്സൺ അറ്റ് ബർത്ത്. ദിസ് ഇൻക്ലൂഡ്സ് ട്രാൻസ് മെൻ ഓർ ട്രാൻസ് വുമൻ. അതായത് ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതിൽ ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടും. ഇതാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സും ഈ മാർജിനലൈസേഷൻ ചെയ്യപ്പെടുന്ന ഒരു വിഭാഗക്കാരാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സൊസൈറ്റിയിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. Their presence in important social group can be ensured. അതായത് പ്രധാനപ്പെട്ട സാമൂഹിക കൂട്ടായ്മയിലൊക്കെ അവരുടെ സാന്നിധ്യം നമുക്ക് ഉറപ്പുവരുത്താം. അതായത് മേക്ക് ദം മെമ്പേഴ്സ് ഓഫ് വേരിയസ് ഓർഗനൈസേഷൻസ് ആൻഡ് അസൈൻ ദം ആസ് ഓഫീസ് ബെയേഴ്സ്. അതായത് വിവിധ സംഘടനകളിൽ അവരെ അംഗങ്ങളാക്കുകയും ഭാരവാഹികളായിട്ട് ചുമതലപ്പെടുത്തുകയൊക്കെ ചെയ്യാം. ബൈ അണ്ടർസ്റ്റാൻഡിങ് ദർ പ്രോബ്ലംസ് ലോക്കൽ ഗവൺമെൻറ് ബോഡീസ് ക്യാൻ ഹെൽപ്പ് ദം ഫൈൻഡ് ആൻഡ് പ്രൊമോട്ട് ദർ ആർട്ടിസ്റ്റിക് ടാലൻറ്റ്സ് ആൻഡ് ഫൈൻഡ് വെന്യൂസ് ഫോർ ദം. അതായത് അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി പ്രാദേശിക ഭരണകൂടങ്ങളുടെ സഹായത്തോടെ അവരെ സഹായിക്കാം. അവരുടെ കലാപരമായ കഴിവുകളൊക്കെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയും വേദികൾ കണ്ടെത്തി നൽകുകയൊക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ദേ ഷുഡ് ബി ഗിവൺ സ്പെഷ്യൽ കൺസിഡറേഷൻ ഇൻ ദ ഡെവലപ്മെൻറ്റൽ പ്ലാൻസ് ഓഫ് ലോക്കൽ ഗവൺമെൻറ്റ്സ്. അതായത് പ്രാദേശിക ഭരണകൂടങ്ങളുടെ വികസന പദ്ധതികളിൽ അവർക്ക് പ്രത്യേക പരിഗണന നൽകണം. ഇതൊക്കെയാണ് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുറിപ്പും കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ കണ്ടില്ല, ആ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? അതായത് എന്താ പറയുക, ഒരു നിരങ്ങണ കസേരയിൽ കാലില്ലാത്ത ഒരു വ്യക്തിയാണത്, ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് സ്റ്റെപ്പിൽ എങ്ങനെ കയറാൻ സാധിക്കില്ല. അപ്പോൾ ഈസ് ദ വേൾഡ് അറൗണ്ട് ആസ് ഈക്വലി ആക്സസിബിൾ ടു ഓൾ. അതായത് അവിടെ സ്റ്റെപ്പ് വെച്ചത് എല്ലാവർക്കും കയറാനായിട്ട് അവിടെ ഇതുപോലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ അതിൻ്റെ പിക്ചറൈസേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈക്വലൈസ് അല്ല അവിടെ കാണിക്കുന്നത്, അല്ലല്ലോ, ഈക്വലി ആക്സസിബിൾ അല്ല എല്ലാവർക്കും. അതാണ് ആ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കുറിപ്പ് പോലെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഫെബിൻ, അതുപോലെ തന്നെ ശാരദാദേവി, അതുപോലെ തന്നെ ഹുസ്ന, ഇവർ 3 വ്യക്തികൾ അവരുടേതായ ഭിന്നശേഷി അവർക്കുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികളായിരുന്നു അവർ അതിൽ നിന്ന് ഓവർകം ചെയ്തിട്ട് അവർ ഗവൺമെൻറ് കോളേജിലെ ടീച്ചേഴ്സായിട്ട് വന്നിട്ടുള്ള 3 വ്യക്തികളാണ് ഈ ഹുസ്ന, ഫെബിനും ശാരദാദേവി. അപ്പോൾ അവർ ഡിസേബിൾഡ് പീപ്പിളാണ്. അപ്പോൾ അവരുടെ ആ ഡിസബിലിറ്റീനെ മറികടന്നിട്ട് ഈ 3 വ്യക്തികളും അവരുടെ പരിമിതികളൊക്കെ മറികടന്നിട്ട് സർക്കാർ കോളേജിൽ അധ്യാപകരായിട്ട് സർവീസിൽ പ്രവേശിച്ച 3 വ്യക്തികളാണ്. മനസ്സിലായോ? ഒരാൾക്ക് കാഴ്ചയില്ലാത്ത വ്യക്തിയാണ്, ഒരാൾ ചക്രക്കസേര, അതായത് ഇങ്ങനെ കാലില്ലാതെ ചക്രക്കസേരയിൽ നിരങ്ങിയിരുന്നൊരു വ്യക്തിയാണ്, അതായത് അതിൽ സഞ്ചരിച്ചിരുന്നൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അവർ 3 പേരും അവരുടെ ഡിസബിലിറ്റീനെ, അവരുടെ ഡിസബിലിറ്റീനൊക്കെ മറികടന്നിട്ട് 3 ഒരു നല്ലൊരു എന്താ പറയുക പദവിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള 3 വ്യക്തികളാണ് ഈ ഫെബിനും അതുപോലെ തന്നെ ഹുസ്നയും പിന്നെ ശാരദാദേവി എന്ന് പറഞ്ഞിട്ടുള്ള തിരുവനന്തപുരത്തുള്ള 3 വ്യക്തികൾ. അതിൻ്റെ ഇതാണ് കൊടുത്തിട്ടുള്ളത്, ഇച്ഛാശക്തിയുടെ വിജയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുറിപ്പ് പോലെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളും അവിടെ മാർജിനലൈസേഷൻ ചെയ്യപ്പെടുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ അവരെന്ത് ചെയ്തു? അതിൽ നിന്നൊക്കെ മറികടന്നിട്ട് അവർ വിജയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്?
അതായത് സമൂഹത്തിലെ ഈ എല്ലാവരും ഒരുപോലെ ഈക്വലി എല്ലാവരും ഒരുപോലെ തുല്യത പ്രാപിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഇൻ സോഷ്യൽ ലൈഫ് നോട്ട് എവരി വൺ എൻജോയ്സ് ഓൾ ദ കൺവീനിയൻസസ് ഈക്വലി. വെൻ ബിൽഡിംഗ് ഈസ് കൺസ്ട്രക്റ്റഡ് വി മസ്റ്റ് മേക്ക് പ്രൊവിഷൻസ് ഫോർ ദോസ് ഹൂ സഫർ ഫ്രം ഫിസിക്കൽ ഡിസബിലിറ്റീസ്. അതായത് നമ്മളൊരു ബിൽഡിംഗ് നിർമ്മിക്കുകയാണെങ്കിൽ ഈ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർക്കും പ്രൊവിഷൻസ് അവർക്കും കടന്നു ചെല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് അവിടെ വേണ്ടത്. അപ്പോൾ നമ്മൾ ആ ചിത്രത്തിൽ കണ്ടില്ലേ, ആ കുട്ടിക്ക് ആ സ്റ്റെപ്പ് കയറാൻ സാധിക്കില്ല, അപ്പോൾ അതിൻ്റേതായ കൺസ്ട്രക്ഷൻസ് അവിടെ വരുത്തണം. അതുപോലെ തന്നെ ഈ കണ്ണു കാണാത്ത വ്യക്തികൾക്ക് ഈ കറൻസി നോട്ടുകളിൽ അവർക്ക് തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മൂല്യം അവർക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അതുപോലെ ആ കറൻസി നോട്ടുകൾ അതുപോലെ എനേബിൾ ആക്കണം. അതായത് തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്ന പോലെ, അതിൻ്റെ വാല്യൂ മനസ്സിലാവുന്ന പോലെ അവർക്കത് എന്താ പറയുക, അതുപോലെ അവർക്ക് അതിലേക്ക് അവർക്ക് എനേബിൾ ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇത്തരത്തിൽ ഫിസിക്കലി ഡിസബിലിറ്റീസ് നേരിടുന്ന ആളുകൾക്ക് മാറ്റി നിർത്താതെ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് അവരുടെ ആ ഒരു ഡിസബിലിറ്റീസിനെ മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് അവിടെ ഒരു ഈക്വാലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ പ്രത്യേകമായിട്ട് പരിഗണിക്കേണ്ടതാണ് എന്നാണ് ഇതിൽ പറയുന്നത്. ഓരോ സമൂഹത്തിലും ഓരോ ഇടപെടലുകളിലും നാം ഇത്തരം ആളുകളെ കൂടി പരിഗണിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞു ഭിന്നശേഷിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. അവർക്ക് വേണ്ടതായിട്ടുള്ള ബിൽഡിങ് കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ കറൻസി നോട്ടുകളിൽ അവർക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ എനേബിൾ ചെയ്യുക, ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വാട്ട് യു മീൻ ബൈ ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ? വാട്ട് ആർ ദി ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റീസ് എക്സ്പീരിയൻസ്ഡ് ബൈ സച്ച് പീപ്പിൾ? വാട്ട് ഈസ് ദ സൊല്യൂഷൻ? ആരാണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഇത്തരം ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കും? അതിനുള്ള പരിഹാരം എന്താണ്? അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു നോട്ടാണ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ ആരാണ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ? ഡ്യൂ ടു ദർ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ഫേസ് ഡിഫറെൻറ്റ് ചലഞ്ചസ് ഇൻ ദ ഡെയിലി ലൈഫ് കമ്പയർഡ് ടു അതർ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഇൻ ദ സൊസൈറ്റി. അതായത് ശാരീരിക സവിശേഷത മൂലം സമൂഹത്തിലെ മറ്റു ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് നിത്യജീവിതത്തിലെ വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നവരാണ് ഭിന്നശേഷിക്കാർ അഥവാ ഡിസബിൾഡ് പീപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, there are many types of differently abled people among us. നമുക്ക് പലതരത്തിലുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ അറിയാം. Therefore we consider them in our social interactions and developmental activities to implement things. അതായത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ ഇടപെടലുകളിലും വികസന പ്രവർത്തനങ്ങളിലൊക്കെ അവരെ കൂടി പരിഗണിച്ച് വേണം കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. For example, if a building is constructed with the steps and ramps, a differently abled person can enter a building very easily. ഇപ്പോൾ പറഞ്ഞില്ലേ, നമ്മൾ ആ ചിത്രത്തിൽ കണ്ടില്ലേ, അതുപോലെ തന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ തന്നെ സ്റ്റെപ്സിന് പകരം സ്റ്റെപ്സും അതുപോലെ തന്നെ റാമ്പുകളും അവിടെ സെറ്റ് ചെയ്യുക. അപ്പോൾ അവർക്കും ഈസിലി ആക്സസിബിൾ ആണ്. അനദർ എക്സാമ്പിൾ ഈസ് റിസർവ്ഡ് സീറ്റ് ഫോർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഇൻ ബസ്സസ് എക്സെട്ര. ബസ്സിലൊക്കെ റിസർവ്ഡ് സീറ്റുകളൊക്കെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് റിസർവ് ചെയ്തിട്ടുണ്ട് ഇല്ലേ. A part of these interventions is also provisions of systems to help understand the value of currency notes by looking directly at them. അതായത് നമ്മുടെ ഇതുപോലെയുള്ള ആളുകൾക്ക് ഭിന്നശേഷി ഉള്ള ആളുകൾക്കൊക്കെ എന്താ പറയുക, നോട്ടുകളിൽ തന്നെ തൊട്ട് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ മൂല്യം മനസ്സിലാക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതും ഇത്തരം ഇടപെടലുകളുടെ ഭാഗമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അവർക്ക് വേണ്ടി ചെയ്യാവുന്ന ഒരു സൊല്യൂഷനാണെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ടു പ്രിവെൻറ്റ് ഡിസ്ക്രിമിനേഷൻ. ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ്, ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ തടയാൻ ഭരണഘടന എന്നുള്ളൊരു ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്.
അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ഡിഡ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റ് ഡിസ്ക്രിമിനേഷൻ? അതായത് എന്തുകൊണ്ടാവാം നമ്മുടെ ഭരണഘടന വിവേചനങ്ങളെ പൂർണ്ണമായും നിരോധിച്ചത്? എന്തുകൊണ്ടായിരിക്കാം? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഡിസ്ക്രിമിനേഷൻ ഹിൻഡോ സോഷ്യൽ പ്രോഗ്രസ്, അതായത് വിവേചനങ്ങൾ സാമൂഹിക പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ക്രിയേറ്റ് എക്കണോമിക് ഇനീക്വാലിറ്റി, അതായത് സാമ്പത്തിക അസമത്വം സൃഷ്ടിക്കുന്നുണ്ട്. ഡിനൈ സേഫ് ഫിസിക്കൽ എൻവയോൺമെൻറ്റ്, ഭൗതിക സാഹചര്യങ്ങൾ നിഷേധിക്കുന്നുണ്ട്. ഇറ്റ് ഡിസ്റ്റോർസ് ഈക്വാലിറ്റി ഇൻ സൊസൈറ്റി, അതായത് സമൂഹത്തിലെ തുല്യത ഇല്ലാതാക്കുന്നുണ്ട്. ഇല്ല, ഇറ്റ് സ്റ്റാൻഡ്സ് അഗെയിൻസ്റ്റ് ദ കൺസെപ്റ്റ് ഓഫ് വെൽഫെയർ സ്റ്റേറ്റ്, അതായത് ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിന് എതിര് നൽകുന്നുണ്ട്. അതുപോലെ ദ പ്രിൻസിപ്പിൾ ഓഫ് എവരി വൺ ഈസ് ഈക്വൽ ബിഫോർ ലോ വിൽ ബി സബ്വേർട്ടഡ്, അതായത് നിയമത്തിന് മുൻപിൽ എല്ലാവരും സമന്മാരാണെന്ന തത്വം അട്ടിമറിക്കപ്പെടും. അതല്ലേ അതിലുണ്ടാവുന്നത്. നെക്സ്റ്റ്, വിൽ വീക്കൺ ഡെമോക്രസി, ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തും. ഇതൊക്കെയാണ് ഭരണഘടനാ വിവേചനങ്ങളെ പൂർണ്ണമായിട്ടും നിരോധിക്കാൻ കാരണം. ഇതൊക്കെ കൊണ്ടാണ് ഡിസ്ക്രിമിനേഷൻ, അവിടെ സോഷ്യൽ പ്രോഗ്രസ്സിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവും, അവിടെ ഇക്കണോമിക് ഇൻഈക്വാലിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ ഒരു ഈക്വാലിറ്റി ഉണ്ടാവില്ല, അതൊക്കെ നശിപ്പിക്കും. പിന്നെ ഡെമോക്രസി വീക്കൺ ചെയ്യും. പിന്നെ നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ ഒരു വെൽഫെയർ സ്റ്റേറ്റിന്, അതിൻ്റെയൊക്കെ ഇതിന് വേണ്ടിയിട്ട് വെൽഫെയർ സ്റ്റേറ്റിനെ എന്താ പറയുക, ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിനൊക്കെ എതിര് നിൽക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരും സമന്മാരാണെന്നുള്ള തത്വം അട്ടിമറിക്കപ്പെടും എന്നുള്ളൊരു ഇതാണ് ഭരണഘടന ഈ വിവേചനങ്ങളെയൊക്കെ പൂർണ്ണമായിട്ടും നിരോധിക്കാൻ കാരണം. നെക്സ്റ്റ് വരുന്നത് ഫൈൻഡ് ഔട്ട് വിച്ച് ലോസ് ആൻഡ് ആർട്ടിക്കിൾസ് എക്സിസ്റ്റ് ഇൻ ഇന്ത്യ എഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, എക്സ്പാൻഡ് ദ ലിസ്റ്റ്. അതായത് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജാതി വിവേചനത്തിനെതിരെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമങ്ങളും അനുച്ഛേദങ്ങളും എന്തൊക്കെയാണെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 14 and 15 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ടിക്കിൾ 17 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ടിക്കിൾ 46 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ടിക്കിൾ 29 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ടിക്കിൾസ് 338 and 338A ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതൊക്കെയാണ് ജാതി വിവേചനത്തിനെതിരെ അല്ലെങ്കിൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെതിരെ നമ്മുടെ ഇന്ത്യ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങളും അനുച്ഛേദനങ്ങളും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഐഡൻറ്റിഫൈ ആൻഡ് ലിസ്റ്റ് ദ സോഷ്യൽ ഫാക്ടേഴ്സ് നെസസറി ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ഇൻക്ലൂസീവ് സൊസൈറ്റി ആൻഡ് ചെക്ക് ഔട്ട് വാട്ട് ആഡഡ് ബിലോ. അതായത് എല്ലാവരെയും പരിഗണിക്കുന്ന സമൂഹത്തിന് നിലനിൽപ്പിന് ആവശ്യമായ സാമൂഹിക ഘടകങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു സമൂഹത്തിന് നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള സാമൂഹിക ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന്. ട്രാൻസ്പെറൻസി ഇൻ അപ്പോയിൻമെൻറ്റ്സ്, proper implementation of the constitution, avoiding discrimination based on religion, caste and wealth, ensuring equality in the field of employment, policies for equality, more laws to prevent discrimination, access to quality education for all. അതായത് ഫസ്റ്റത്തെ എന്താണ് നമ്മൾ പറഞ്ഞത്? ട്രാൻസ്പെറൻസി ഇൻ അപ്പോയിൻമെൻറ്റ്സ്, അതായത് നിയമങ്ങളിൽ സുതാര്യത വരുത്തുക. ഇതൊക്കെ ഫസ്റ്റത്തെ എന്താണ്? ട്രാൻസ്പെറൻസി ഇൻ അപ്പോയിൻമെൻറ്റ്സ്, നിയമങ്ങളിൽ സുതാര്യത. നെക്സ്റ്റ് വരുന്നതാണ് പ്രോപ്പർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രോപ്പർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അതെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടനാ ആശയങ്ങൾ കൃത്യമായി നടപ്പിലാക്കൽ. പ്രോപ്പർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന ആശയങ്ങൾ കൃത്യമായി നടപ്പിലാക്കൽ. നെക്സ്റ്റ് വരുന്നതാണ് അവോയ്ഡിങ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ റിലീജിയൻ, കാസ്റ്റ് ആൻഡ് വെൽത്ത്. അതായത് മതം, ജാതി, സമ്പത്ത് എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള പ്രത്യേക പരിഗണനകൾ ഒഴിവാക്കൽ. അപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ ബാക്കിയുള്ളവരെ മാറ്റി നിർത്തപ്പെടാതെ അവരൊക്കെ എല്ലാവരും ഒരുമിച്ച് തുല്യത കൈവരിക്കാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് എൻഷുറിങ് ഇക്വാലിറ്റി ഇൻ ദ ഫീൽഡ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. പിന്നെ അതായത് എല്ലാവർക്കും മികച്ച തൊഴിൽ മേഖലകളിലൊക്കെ തുല്യത ഉറപ്പുവരുത്തുക. മികച്ച രീതിയിൽ എല്ലാവർക്കും തുല്യമായിട്ടുള്ള തൊഴിലൊക്കെ ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് വരുന്നതാണ് പോളിസീസ് ഫോർ ഈക്വാലിറ്റി, അതായത് തുല്യതയ്ക്ക് വേണ്ടിയുള്ള നയങ്ങൾ. പിന്നെ മോർ ലോസ് ടു പ്രിവെൻറ്റ് ഡിസ്ക്രിമിനേഷൻ, ആക്സസ് ടു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ, അതായത് വിവേചനം തടയാനുള്ള കൂടുതൽ നിയമങ്ങൾ. പിന്നെ എല്ലാവർക്കും മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കൽ. ഇതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ.
മോർ ലോസ് ടു പ്രിവെൻറ്റ് ഡിസ്ക്രിമിനേഷൻ, അതായത് വിവേചനം തടയാനുള്ള കൂടുതൽ നിയമങ്ങൾ, അതുപോലെ ആക്സസ് ടു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഫോർ എല്ലാവർക്കും മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കൽ. ഇതൊക്കെയാണ് സമൂഹത്തിൽ എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ, സാമൂഹിക ഘടകങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്, നമ്മുടെ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ്. അത് എളുപ്പമാണ്, നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ. അത് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള, ഇപ്പം നമ്മൾ പഠിച്ചില്ലേ, ഇപ്പോൾ കുറച്ച് നോട്ട്സൊക്കെ തന്നില്ലേ, അതിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് പിന്നെ ഒരെണ്ണത്തിൽ മാത്രമാണ്, തേർഡ് ക്വസ്റ്റ്യനിൽ മാത്രമാണ് ഒരു വിവേചനത്തെ അതിജീവിച്ച സ്ത്രീ അനുഭവങ്ങൾ വിവരിക്കുന്ന ജീവചരിത്ര, ആത്മകഥ എന്നിവയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു പുസ്തക പ്രദർശനം സംഘടിപ്പിക്കുക, ഒരു പുസ്തകത്തെക്കുറിച്ചും ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ഒരു പുസ്തകം വായിച്ചിട്ട് എല്ലാവരും അതുപോലെ ചെയ്യുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. നമുക്കിപ്പോൾ പഠിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈബ്രറിയിലൊക്കെ ഇതുപോലത്തെ പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വായിച്ചിട്ട് അതിനനുസരിച്ചുള്ള ഒരു ലഘു പ്രൊജക്റ്റ് ഇതൊക്കെ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.